ബീഹാറിൽ NDA സഖ്യം വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ്. മഹാസഖ്യത്തിന് മഹാപതനം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ കോൺഗ്രസ് ചിത്രത്തിലെ ഇല്ലാതായി. യഥാർത്ഥത്തിൽ ബീഹാറിൽ BJP സഖ്യത്തെ വിജയിപ്പിച്ചത് കോൺഗ്രസ് ആണ്. അതിനെ സാധൂകരിക്കുന്ന നിരവധി ഘടകങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ബീഹാറിൽ ആരാണ് തങ്ങളുടെ ശത്രു എന്ന ധാരണ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. BJP സഖ്യത്തെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നില്ല കോൺഗ്രസിന്റെ ലക്ഷ്യം. 10ലേറെ സീറ്റുകളിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച RJDക്കെതിരെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ റിബലുകളെ നിർത്തി. എന്നിട്ടതിന് സൗഹൃദ മത്സരമെന്ന് പേരുമിട്ട് BJPക്ക് വിജയ വഴിയൊരുക്കി. മതനിരപേക്ഷ ചേരിയെ ബീഹാറിൽ കോൺഗ്രസ് ദുർബലപ്പെടുത്തി. ശത്രുക്കളെ എന്ന പോലെ സുഹൃത്തുക്കളെ കുറിച്ചും കോൺഗ്രസിന് ധാരണയുണ്ടായിരുന്നില്ല. ചുരുക്കം സീറ്റുകളിലാണ് ഇടതുപക്ഷം ബീഹാറിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചത്. എന്നാൽ 5 സീറ്റുകളിൽ ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസ് പാർട്ടി ചിഹ്നത്തിൽ റിബലുകളെ ഇറക്കി. അപ്പോഴും കോൺഗ്രസിനേക്കാൾ മുന്നിലെത്താൻ ഇടതുപക്ഷത്തിനായി. കോൺഗ്രസ് നിർത്തിയ റിബൽ സ്ഥാനാർത്ഥികളെ അടക്കം അതിജീവിച്ചാണ് ഇടതുപക്ഷം ജനപിന്തുണയിൽ മുന്നേറിയെന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ സ്ട്രാറ്റജിയും ടാക്ടിക്സും പരസ്പര പൂരകമാകണമെന്ന അടിസ്ഥാന പാഠം പോലും കോൺഗ്രസിന് അറിയില്ലായിരുന്നു എന്നതും ബീഹാർ തെരഞ്ഞെടുപ്പ് അടിവരയിടുന്നു. ഹ്രസ്വകാല പൊടിക്കൈകളുമായി തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന സ്വപ്നലോകത്താണ് ഇന്നും കോൺഗ്രസ്. രാജ്യത്താകമാനം വ്യാജ വോട്ടർമാർ കുടിയേറിയിരിക്കുന്നു എന്ന തെറ്റായ നറേറ്റീവ് BJP പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന പേരിൽ സിസ്റ്റമാറ്റിക്കായി ന്യൂനപക്ഷങ്ങളെ അടക്കം വോട്ടവകാശത്തിൽ നിന്നും പുറന്തള്ളാൻ ബീഹാറിൽ SIR കൊണ്ടുവന്നത് ഇതിന്റെ ഭാഗമായാണ്. അവിടെ SIRനെതിരെ ജനങ്ങളെ അണിനിരത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാവണമായിരുന്നു കോൺഗ്രസിന്റെ നയം. പക്ഷേ വീണ്ടും വിചാരമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ ചെയ്തികൾ കാര്യങ്ങളെ കീഴ്മേൽ മറിച്ചു. SIRനെതിരെ ബീഹാറിൽ പൊതുജനാഭിപ്രായം രൂപപ്പെട്ടു വരുന്നതിനിടെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ചും വ്യാജ വോട്ടർമാരെ പറ്റിയും പറഞ്ഞു. ടാക്ടിക്സ് അവിടെ തന്നെ പാളി. ചുരുങ്ങിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാവണമായിരുന്നു രാഹുൽ വോട്ട് ചോരി വിഷയം ഉന്നയിക്കേണ്ടിയിരുന്നത്. വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തന്നെയാണ് വോട്ട് ചോരിയിലൂടെ രാഹുലും SIRലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യപ്പെടുന്നത് എന്ന BJP നെറേറ്റീവ് നിശബ്ദമായി വോട്ടർമാർക്കിടയിൽ പ്രചരിപ്പിക്കാനാണ് ആ പത്രസമ്മേളനം ഉപകരിച്ചത്. രാഹുൽ പറയുന്ന കള്ളവോട്ടുകൾ തടയാൻ SIR വഴി സാധിക്കുമെന്ന സംഘപരിവാർ നറേറ്റീവിന് വോട്ട് ചോരി ശക്തി പകർന്നു. തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയും ടാക്ടിക്സും പരസ്പര പൂരകമാകണമെന്ന അടിസ്ഥാന പാഠം കോൺഗ്രസ് മറന്നത് തന്നെയാണ് ബീഹാറിലെ ഇന്നത്തെ NDAയുടെ വിജയത്തിൽ സുപ്രധാന കാരണം.